ബീഹാറിൽ ഞങ്ങൾ അടിച്ചു കയറി മഹാസഖ്യത്തെ തകർത്തു. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമൊന്നും ഇനി ഈ രാജ്യത്ത് രക്ഷയില്ല എന്ന മട്ടിൽ സംഘികൾ വ്യാപക പ്രചരണം നടത്തുന്നുണ്ട്. ശരിയാണ്, ബീഹാറിൽ കോൺഗ്രസും മഹാസഖ്യവും തോറ്റു. പക്ഷേ ഈ ബീഹാറിനൊപ്പം നടന്ന ചില നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം ഈ ആഘോഷം നടത്തുന്ന സംഘപുത്രന്മാർ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്നും ഇനി ഒരു തിരിച്ചുവരവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകില്ല എന്നുമൊക്കെ പറയുന്നവർ രാജസ്ഥാനിലെ അൻഡയിലെയും ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെയും ഝാർഖണ്ഡിലെ ഗഡ്ഷിലയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി കാണണം. അപ്പോഴേ മനസ്സിലാകൂ ബീഹാറിൽ നടന്നത് യഥാർത്ഥ ജനാധിപത്യ ചതിയാണ് എന്ന്, വോട്ട് കൊള്ളയാണ് എന്ന്. ജൂബിലി ഹിൽസ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നില്ല, അത് BRSൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അൻഡ, രാജസ്ഥാൻ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ BJPയുടെ സിറ്റിംഗ് സീറ്റിൽ മഹത്തായ വിജയമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നേടിയത്. ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ഗഡ്ഷില എന്ന ഝാർഖണ്ഡിലെ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവുമൊക്കെ ഈ രാജ്യത്ത് തകർന്നടിയുകയാണ് എന്ന് ഇവർക്ക് എങ്ങനെ പറയാനാകും? നോക്കൂ, ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് BJPയും അവിടെ മത്സരിച്ചു. BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും അവിടെ കിട്ടിയില്ല. 24,729 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നവീൻ യാദവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ തവണ അത് 16,337 വോട്ടിന് BRS ജയിച്ച ഇടമായിരുന്നു. BJP അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25,866 വോട്ട് നേടിയിരുന്നു. ഇത്തവണ ഈ രാജ്യം മുഴുവൻ ആഞ്ഞടിക്കുന്ന മോദി തരംഗം ഉള്ളതുകൊണ്ട് അവരുടെ വോട്ട് 17,061 ചുരുങ്ങി. 8,000 വോട്ട് കാണാനില്ല. ഇനിയുമുണ്ട് രസം. BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനിലേക്ക് പോയാൽ അവിടെ ഈ അൻഡ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അവിടെ കഴിഞ്ഞ തവണ ജയിച്ച കൻവർലാൽ മീണ എന്ന BJPയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ക്രിമിനൽ കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടതിനാൽ അയോഗ്യനായതുകൊണ്ടാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രമോദ് ജെയിൻ 15,612 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ തവണ ഈ കൻവർലാൽ മീണ ജയിച്ചത് 5,861 വോട്ടിനാണ്. അതായത് 3 ഇരട്ടി ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലം കോൺഗ്രസ് തിരികെ പിടിച്ചിരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ തോറ്റുപോകുന്നത്. ആലോചിച്ച് നോക്കൂ. ഇനി ഈ ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന ഝാർഖണ്ഡ് എന്ന സംസ്ഥാനം, പഴയ ബീഹാറിൻ്റെ ഭാഗമായിരുന്ന ഇടം, അവിടെയും BJPയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടിയില്ല, തോറ്റുപോയി. കഴിഞ്ഞ തവണ ഗഡ്ഷിലയിൽ ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് 22,446 വോട്ടിനാണെങ്കിൽ ഇത്തവണ ജയിച്ചത് 38,459 വോട്ടിനാണ്. BJPയുടെ സ്ഥാനാർത്ഥി ബാബുലാൽ സോറന് കഴിഞ്ഞ തവണ 75,910 വോട്ട് കിട്ടിയെങ്കിൽ ഇത്തവണ കിട്ടിയത് 66,335 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ രാജ്യത്ത് BJPക്ക് അനുകൂലമായ വികാരമൊന്നുമില്ല. ജനങ്ങൾക്ക് കൃത്യമായ ജനാധിപത്യ ബോധമുണ്ട്. പക്ഷേ ആ ജനാധിപത്യ ബോധത്തെ അട്ടിമറിക്കുന്ന സംഘടിതമായ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി കക്ഷിയാക്കിക്കൊണ്ട് ബീഹാറിൽ BJP അനുവർത്തിച്ചു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ നടന്നതിൻ്റെ തനിയാവർത്തനം, ഹരിയാനയിൽ നടന്നതിൻ്റെ തനിയാവർത്തനം. അതല്ലെങ്കിൽ ജൂബിലി ഹിൽസിലും BJPക്ക് അനുകൂലമായ തരംഗമാഞ്ഞടിക്കണ്ടേ? മോദിയും ആളുകളുമൊക്കെ ഇങ്ങനെ ഒരു മഹാപ്രതിഭകളാണ് എങ്കിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ അവർക്ക് സാധിക്കണ്ടേ? അതും സാധിച്ചിട്ടില്ല. ഗഡ്ഷിലയിൽ ബീഹാറിനോട് അതിർത്തി പങ്കിടുന്ന പഴയ ബീഹാറിൻ്റെ ഭാഗമായിരുന്ന ഒരിടത്ത് തൊട്ടപ്പുറത്ത് ഇങ്ങനെ അങ്ങ് തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, താമരപ്പാടം ഇങ്ങനെ വിടർന്ന് വിലസി നിൽക്കുമ്പോൾ ആ തരംഗം ആഞ്ഞടിക്കണ്ടേ? ഒരു തരംഗവും ആഞ്ഞടിച്ചില്ല.
ജനാധിപത്യ കൊള്ള നടത്തിയതിൻ്റെ ഉദാഹരണമാണ് ബീഹാറിൽ സംഭവിച്ചത്. മറ്റുള്ള ഇടങ്ങളിൽ ജനങ്ങൾക്ക് കൃത്യമായ ജനാധിപത്യ ബോധത്തോടു കൂടി വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. അവിടെ കൊള്ളയ്ക്ക് ഈ പറയുന്ന SIR പോലെയുള്ള ഏർപ്പാടുകൾ നടപ്പിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട് കൃത്യമായി അവിടുത്തെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനായി, അവിടെ ഉള്ള വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനായി കള്ള വോട്ടുകൾ നടക്കാതെയിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ BJP തോറ്റു, ദയനീയമായി തോറ്റു. തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള ഒരാളുടെ കാര്യത്തിൽ തൃശ്ശൂറുകാർക്ക് പറ്റിയ മഹാ അബദ്ധം ആ ശാസ്തമംഗലത്തുള്ള മനുഷ്യർക്ക് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. സിനിമകളിലൊക്കെ പോലീസ് വേഷം ചെയ്ത ആളിൻ്റെ കാര്യത്തിലാണ് തൃശ്ശൂറുകാർക്ക് തെറ്റിയതെങ്കിൽ ഒരു യഥാർത്ഥ പോലീസുകാരിയെ തന്നെ ശാസ്തമംഗലത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് BJP. നമ്മുടെ മാധ്യമങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ തോന്നും ശാസ്തമംഗലത്ത് മാത്രമാണ് ഇലക്ഷൻ നടക്കുന്നതെന്ന്. ശ്രീലേഖയുടെ വോട്ടുപിടുത്തം, ശ്രീലേഖയുടെ പ്രതികരണം, അങ്ങനെ ബഹളം തന്നെ. ഈ ശ്രീലേഖയോട് മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുമ്പ് നടത്തിയ ഒരു വിവാദ പ്രസ്താവന, ആചാരങ്ങൾക്കെതിരായി നടത്തിയ ഒരു പ്രസ്താവന, അതും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആറ്റുകാൽ അമ്പലത്തിലെ കുത്തിയോട്ടത്തെ ചൊല്ലി. ആറ്റുകാൽ അമ്പലം ആൺകുട്ടികളുടെ ജയിലറയാണ് എന്നായിരുന്നു അവർ അന്ന് പറഞ്ഞത്. ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പിന്നീട് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പഴയ പോലീസ് മുറയിലാണ് മാഡത്തിൻ്റെ പ്രതികരണം. ഈ പല ചാനലുകളും കാണുമ്പോൾ അവരുടെ റിപ്പോർട്ടർമാരോടൊക്കെ എന്താണ് അറിയേണ്ടത്, ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കട്ടെ, തെളിവ് കൊണ്ടുവരൂ എന്നൊക്കെയാണ് പറയുന്നത്. തെളിവ് നമ്മുടെ മുന്നിൽ തുറന്ന പുസ്തകമായി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് കൃത്യമായ അക്കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഈ വിവാദമുണ്ടായി BJP അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിനുശേഷവും അവർ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത് ഒരു ദുരാചാരം എന്ന നിലയിലാണ് അവർ സംസാരിച്ചത്. ആൺകുട്ടികളുടെ ജയിലെന്നാണ് ആറ്റുകാൽ അമ്പലത്തിലെ ആ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭയങ്കരമായ ആചാര സംരക്ഷകർ എന്ന് പറഞ്ഞു നടക്കുമ്പോഴാണ് ആ ആചാരത്തെ എതിർത്ത ഒരാളിനെ ഇപ്പോൾ അവർക്ക് തലയിൽ ചുവന്ന് നടക്കേണ്ടുന്ന ഗതികേടുണ്ടാകുന്നത്. എന്തായാലും ശാസ്തമംഗലത്തുകാർക്ക് പോലീസ് മുറയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെ അല്ല വേണ്ടത്. വിശ്വാസ സംരക്ഷകർ എന്ന വ്യാജേന വിശ്വാസത്തിനെതിരായി നിലപാട് സ്വീകരിച്ച ഒരാളിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ അത്ര പെട്ടെന്ന് മണ്ടത്തരം സംഭവിക്കുന്ന ആളുകളല്ല ശാസ്തമംഗലത്തുള്ളത് എന്നത് 100% ഉറപ്പാണ്. ഇനി ശാസ്തമംഗലത്ത് ഈ ശ്രീലേഖ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ശാസ്തമംഗലത്ത് BJP അങ്ങ് മഹാവിജയം നേടാൻ പോകുന്നു എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ ധരിച്ചു പോകും. അങ്ങനെയൊന്നുമല്ല അവിടുത്തെ യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചു, ശരിയാണ്. പക്ഷേ BJP സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള ഒരിടമാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായി ജയിച്ചിരുന്ന ഇടമാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയതും കോൺഗ്രസ്സാണ്. CPMൻ്റെ സിറ്റിംഗ് കൗൺസിലറായിരുന്ന വ്യക്തി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അവിടെ.